രാവിലത്തെ തിരക്കിൽ ഞങ്ങൾ രാവിലെ കഴിക്കാൻ ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ അതേ സബീന ഞങ്ങൾക്ക് 2 ഓട്ടട ഉണ്ടാക്കിക്കൊണ്ട് തന്നു കേട്ടോ. നല്ല ചൂട് ഓട്ടടയായിരുന്നു. എൻ്റെ വായെല്ലാം പൊള്ളിപ്പോയി. വെപ്രാളത്തിലെടുത്ത് തിന്നതാണ് കേട്ടോ. സമയം തീരെ ഇല്ലാത്തതുകൊണ്ട്. അപ്പം കഴിച്ചിട്ടൊക്കെ വന്നപ്പോൾ ദേ എൻ്റെ അരിയെല്ലാം വെന്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ ചോറ് കോരി മാറ്റിയിട്ട് വേണം ഇനി കലത്തിനകത്ത് അര വേവാക്കി കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. അത് ഇനി ഇത് കോരി മാറ്റിയിട്ട് അതെടുത്ത് വെച്ച് വേവിച്ച് നമുക്ക് ഊറ്റിയെടുക്കണം കേട്ടോ. ഇന്ന് കണ്ണനയിലയും ചെങ്കലവയാണ് കിട്ടിയത്. ചെങ്കലവ കറി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കണ്ണനയില വറുക്കാൻ വേണ്ടിയിട്ട് കണ്ണനയില 4 ഇല ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാ പണിയും ഏകദേശം എല്ലാം ഞാൻ അടുക്കളയിൽ ഒതുക്കിയിട്ടാണ് ഇന്ന് ഈ പ്രാവശ്യം മീൻ വെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അല്ലെന്നുണ്ടെങ്കിൽ മീൻ വെട്ടുമ്പോൾ ഒരുപാട് സമയം അങ്ങ് പോകും. പിന്നെ ഇതെല്ലാം വെപ്രാളത്തി എല്ലാം വെട്ടിയെടുത്ത് വരഞ്ഞ് ഇനി ഞാൻ ഇതിനകത്ത് മസാല എങ്ങനെ അരയ്ക്കുന്നതെന്ന് വെച്ചാൽ കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചെറിയ ജാറിനകത്തിട്ട് നന്നായിട്ടങ്ങ് അരയ്ക്കും. നന്നായിട്ട് അരച്ചിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കും കേട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യവും മീൻ വറുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് ഭയങ്കര പ്രത്യേക രുചിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഇത്രയും മീൻ ഇന്ന് തികയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് പാഴ്സലിന് ഓർഡറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും മീൻ തികയാത്തതുകൊണ്ട് ഞാൻ പിന്നെ കേര, ചൂര മീനും കൂടെ വാങ്ങിച്ചു കേട്ടോ. കേര അല്ലെങ്കിൽ ചൂര. അപ്പോൾ കേര വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ കേര അത് കണ്ടിക്കണ്ടായിരുന്നു. അതുപോലെ മുറിച്ച് പീസാക്കിയാണ് കൊണ്ട് തന്നത്. അപ്പോൾ അതുകൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ മസാല തേച്ചാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ചില ആൾ വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും പറയും, രഞ്ജു നീ മീൻ വറുക്കുന്ന വഴിക്ക് ബാക്കി എന്ത് വേണമെങ്കിലും കാണിച്ചോളാൻ പറയും കേട്ടോ. ഇതൊക്കെ കാണിച്ച് എന്തിനാണ് ഞങ്ങളെ കൊതിപ്പിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഇന്നത്തെ കറി എന്ന് വെച്ചാൽ പയർ തോരന്, തീയൽ, അവിയൽ, പിന്നെ അത് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മീൻ വറുത്തതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് സവാള കേട്ടോ. അപ്പം ദേ കേര അടുപ്പിയിരിക്കുന്നു. കണ്ണമ്മ ദേ കറിയെല്ലാം കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇന്നത്തെ കച്ചവടം എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ കച്ചവടം കുഴപ്പമില്ലായിരുന്നു. നല്ല കച്ചവടമൊക്കെ ആയിരുന്നു. അപ്പോൾ നേരത്തെ കച്ചവടം തീർന്നു. പക്ഷേ ഇതൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. വെള്ളം എൻ്റെ വാഷ് ബേസിന് ഇതുവരെ ശരിയായിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും വന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും 1000 നന്ദി. അപ്പോൾ ഓക്കെ ബൈ.